ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ എങ്ങോട്ടായി പോയിക്കൊണ്ടിരിക്കുന്നതെന്നല്ലേ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു സ്പോട്ടാണ് ചിമ്മിനി ഡാം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എടുത്ത് പറയേണ്ടത് അവിടുത്തെ വഴികളാണ്. ചുറ്റും ഇങ്ങനെ പച്ചപ്പും ഹരിതവും എന്നൊക്കെ പറയുന്ന പോലെയാണ് കേട്ടോ. ഫുൾ ഗ്രീനറിയാണ്. പിന്നെ കുറേ എത്തുമ്പോൾ നമുക്കിങ്ങനെ റബ്ബറും കാട് പോലെയൊക്കെ കാണാൻ പറ്റും. അവിടെ ഇങ്ങനെ ചെറിയൊരു അരുവി പോലെയൊക്കെ ഉണ്ട്. നല്ല രസമാണ് ആ ഭാഗം കാണാനായിട്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാമെന്ന്. അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ചിമ്മിനി ഡാമിലേക്ക് കടക്കുന്ന എൻട്രിയിലെത്തി. ഞങ്ങൾ പോയത് ഒരു ഏപ്രിൽ മാസത്തിലാണെന്ന് തോന്നുന്നു. അത് കാരണം തന്നെ ആകെ വറ്റി വരണ്ട് കിടക്കുന്ന ഒരു ഡാമായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് എൻട്രി ഫീസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. കണ്ടോ, ആകെ വറ്റി വരണ്ട് കിടക്കുകയാണ് ഡാം. ഞങ്ങൾ ചെന്ന സമയത്ത് ഈ ഇത് കണ്ടോ നിങ്ങൾ, അവിടെ എന്തോ ഒരു സിനിമ ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വെച്ചിട്ടുള്ള മരങ്ങളും ചില്ലകളൊക്കെയാണ് കേട്ടോ അത് ബാക്കിൽ കാണുന്നത്. പിന്നെ അവിടം വരെ എത്തിയതല്ലേ എന്ന് വെച്ച് ഞങ്ങൾ അവിടെ കിടന്നിരുന്ന് ഊഞ്ഞാലിലൊക്കെ ഒന്ന് ആടി ഉല്ലസിച്ചു കേട്ടോ. അവിടെ മറ്റേ നമ്മുടെ കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ ചെന്ന സമയത്ത് തീരെ വിസിറ്റേഴ്സും ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ വെള്ളവും കുറവായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അതിലൊന്നും കയറാൻ പറ്റിയില്ല. പിന്നെ അവിടം വരെ എത്തിയതല്ലേ, കഷ്ടപ്പെട്ട് വണ്ടി ഓടിച്ച് അവിടം വരെ എത്തിയതല്ലേ, അപ്പോൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ നല്ല ചൂടായതുകൊണ്ട് ഒരു ഐസ്ക്രീമൊക്കെ അടിച്ചു. അങ്ങനെ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണേ. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടേക്ക് പോകുന്ന വഴികളാണ്. അടിപൊളി വഴിയാണ് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ വേറെ വഴി കൂടിയാണ് പോയത്. വന്ന വഴി കൂടിയല്ല തിരിച്ചു പോയത്, വേറെ ഒരു റൂട്ടിൽ കൂടിയാണ്. ഞാനിപ്പോൾ പോകുന്നത് ഞാനും അമ്മയും മാത്രമല്ല, ഞങ്ങളുടെ കൂടെ എന്നെ ഡ്രൈവിംഗ് പഠിപ്പിച്ച ഒരു അങ്കിളാണത്. അപ്പോൾ ആളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര റിസ്ക്കാണ്. കാരണം തീരെ വിസിറ്റേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് പോകുമ്പോൾ നമുക്ക് പേടിയാവും, ഒറ്റയ്ക്ക് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോകുമ്പോൾ. അപ്പോൾ ആൾ പറഞ്ഞ ഒരു വഴി കൂടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഏതോ ചൊക്കന അങ്ങനത്തെ ഏതോ ഒരു ഭാഗത്ത് കൂടിയൊക്കെയാണ് പോയതെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയില്ല വഴികളൊന്നും. അങ്ങനെ തിരിച്ചു പോകുമ്പോഴും നല്ല രസമായിരുന്നു. കാടിൻ്റെ ഉള്ളിൽ കൂടിയുള്ള യാത്രയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ യാത്രയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടേക്ക് വരുന്നത് സൂപ്പറായിരിക്കും കേട്ടോ. പിന്നെ അവിടെ തന്നെ അടുത്തൊരു തൂക്കുപാലം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടിയും കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടേക്ക് പോയി. തൂക്കുപാലത്തുമ്മ കയറിയപ്പോഴും അത് ഭയങ്കര ഇങ്ങനെ കിടന്ന് ആടുന്നൊരു ടൈപ്പ് തൂക്കുപാലമായിരുന്നു. എല്ലാ തൂക്കുപാലും ആടും, എന്നാലും ഇവിടെ ഫുള്ള് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. കണ്ടോ, ഫുള്ള് പലകയും ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ പാലം അവർ ഇതാക്കിയിട്ടുള്ളത്. അത് കാരണം തന്നെ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് അമ്മോട് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് പോയതാണ്. പിന്നെ ആ അറ്റം വരെ ഞാൻ പോയില്ല. കുറച്ചെത്തിയപ്പോഴേക്കും ഇങ്ങോട്ട് തന്നെ തിരിച്ചു പോരാമെന്ന് തോന്നി. കാരണം വലിയ സീനറി ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. താഴെ ശരിക്കും പറഞ്ഞാൽ ഒരു ഇങ്ങനെ ആ ഡാമിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതും വറ്റി വരണ്ടൊക്കെ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല കാണാൻ. അപ്പോൾ ചുമ്മാ അതുമ്മ കയറി നോക്കാമെന്നുള്ളൊരു എക്സ്പീരിയൻസിൽ കയറിയതാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും ബായ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കേ.